എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു ഷേക്ക് അടിച്ചാലോ. അത് ഈന്തപ്പഴവും പാലും കൂടെ ഞാൻ ഒരു 30 ഈന്തപ്പഴം ഉണ്ടാകും. പാലും കൂടെ ഞാൻ നേരത്തെ ഒരു അരമണിക്കൂറിന് മുമ്പ് വെള്ളത്തിൽ ഇത് പാലിനകത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടിയത് അണ്ടിപ്പരിപ്പും ഇതും ബദാമും, പിന്നെ പഞ്ചസാര, പിന്നെ 2 പഴം, പിന്നെ ഒരു 10-15 അണ്ടിപ്പരിപ്പും ബദാമും കൂടെ ഞാൻ ഇങ്ങനെ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നമുക്ക് ഒരു പ്രത്യേകത കുറച്ച് കലോക്സ് അതിൻ്റെ മണ്ടയ്ക്ക് ഇടാനായിട്ട്. അപ്പം 2 ഗ്ലാസ്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ മിക്സിയുടെ ഇതിനകത്തോട്ട് വെച്ച് ജാറിനകത്തോട്ട് വെച്ച് നമുക്ക് ഇതൊന്ന് അടിക്കും. അപ്പം നമുക്കതെല്ലാം ഒന്ന് ഇടാം ഈ പാത്രത്തിനകത്തോട്ട്. അപ്പോൾ മിക്സി ഇങ്ങോട്ട് നീക്കാൻ വെച്ചിട്ട് ഈ ജാറിനകത്തോട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ഇടാം. ജാറിനകത്ത് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പും ബദാമും ഇടാം. പിന്നെ വേണ്ടിയത് നമ്മുടെ ഈന്തപ്പഴം ഇല്ല, നമുക്ക് ഈന്തപ്പഴം ഇങ്ങോട്ട് ഒരു സ്പൂൺ വെച്ച് ഈന്തപ്പഴവും പാലും കൂടെ ഈന്തപ്പഴവും പാലും കൂടെ ഞാൻ വെച്ചു. പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ടി ഈ 2 പഴം നമ്മൾ എടുത്ത് വെച്ചല്ല, അത് നമുക്ക് 2ആയിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഇങ്ങനെ കഷ്ണിക്കാം. നമുക്ക് അതും കഷ്ണിച്ച് അതിനകത്തോട്ടിട്ട് പിന്നെ നമ്മൾ പഞ്ചസാര, നമ്മൾ ഇതിനൊക്കെ മധുരമുള്ളതെങ്കിലും ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അളന്നില്ല ഞാൻ, എങ്കിലും ഇത്ര ഇട്ടു. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കാം, നല്ല പഞ്ചസാര. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം, ഒന്ന് ജ്യൂസ് അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷേക്കെല്ലാം അടിച്ച് നമുക്ക് 2 ഗ്ലാസ് ഇങ്ങോട്ട് എടുത്ത് വെക്കാം. ഇനി നമുക്ക് ആ 2 ഗ്ലാസ്സിനകത്തോട്ട് ഇത് ഒഴിക്കാം. നമ്മുടെ ജ്യൂസെല്ലാം നമുക്കിനി ഇതെല്ലാം ഇച്ചിരി ഇതിൻ്റെ മണ്ടയ്ക്കോട്ടിടാം. അപ്പം അതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് ഈ കെലോക്സിന് ഇതിങ്ങനെ കൈകൊണ്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് നമുക്ക് അതൊന്ന് ഇടാം. നമ്മുടെ ജ്യൂസെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയേ. നല്ല അടിപൊളി ഈന്തപ്പഴത്തിൻ്റെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കി എനിക്ക് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യും. ഓക്കെ, ബൈ.